ഈശോയുടെ ആത്മീയ സാന്നിധ്യം നമുക്ക് വിശ്വസിക്കാം. എപ്പോഴും ചിന്തിക്കുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഹ്യൂസ്റ്റണിൽ നിന്ന് പുഷ്പ ബൈജു നമ്മൾ ഓർപ്പിച്ച ആ ഒരു കാര്യം യേശുവിൻ്റെ വാഗ്ദാനമാണ്. ഈ ഭൂമിയിൽ അവൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ നടുവിൽ ഈശോ ഉണ്ട് എന്ന് പറയുമ്പോൾ തിരുസഭയിൽ നിന്ന് പരിശുദ്ധാത്മാവായി നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മളെ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. 2-3 പേരെങ്കിലും. അതെ, ഈ കാലഘട്ടങ്ങളിൽ ഈശോ പറയാൻ കാര്യം 2000 3 പേരോ അല്ലെ 2 ലക്ഷമോ 3 ലക്ഷമോ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ യേശുവിൻ്റെ തന്നെ വരവോടടുക്കുമ്പോൾ ലോകത്തിൽ വിശ്വാസം കണ്ടെത്തുമോ? ക്രിസ്തു എന്താണോ ഈ ഭൂമിയിൽ വന്ന് സാധിച്ചത്, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, തിരുസഭ സ്ഥാപിച്ചു ഭൂമിയിൽ. തിരുസഭയിൽ ആത്മാവായി ക്രിസ്തു നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ലോകത്തിൽ നടക്കാൻ പോകുന്ന തിന്മയുടെ സ്വാധീനം, തിന്മയുടെ പ്രവർത്തനം ഉള്ളതുകൊണ്ട് ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്ക 18 8-ാമത്തെ വചനത്തിന് ഒടുവിലാണ് ഈശോ പറഞ്ഞത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആ ഒരു ചോദ്യം നമ്മളോടാന്ന് പറയുമ്പോൾ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അത്രമാത്രമാണ് ലോകത്തിൽ തിന്മയുടെ സ്വാധീനം. തിമോത്തിയോട് പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ച വചനമാണത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും എന്ന് പറയുമ്പോൾ നന്ദിയില്ലാത്തവരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും, മനുഷ്യരാണ് പക്ഷെ മനുഷ്യത്വമില്ലാത്തവരും എന്ന് പറയാൻ മൃഗങ്ങളെ പോലെ ആയിരിക്കും. മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും, അതിനാൽ ദൈവത്തിനോ ദൈവവചനങ്ങൾക്കോ ഒന്നും വഴങ്ങാത്തവരും, അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും. ഈ ആത്മനിയന്ത്രണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഗലാത്യർ 5:22 ഏറ്റവും ഒടുവിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. പരിശുദ്ധാത്മാവാണ് തിരുസഭയിലെ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മളെ നയിക്കാൻ പറ്റില്ല. ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണ്. നമ്മളിൽ ആത്മനിയന്ത്രണം ഇല്ലാത്തപ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ വസിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ചിന്തിച്ചത് മദ്യവും മയക്കുമരുന്നും ലഹരി പാനീയങ്ങളൊക്കെ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒന്ന് നാം ഉപയോഗിക്കരുത്. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഉപയോഗിക്കരുത് എന്ന് പല സമയത്ത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ പലയിടത്തും വീഞ്ഞ് നല്ലതാണ്, അല്ലേ, വീഞ്ഞില്ലാതെ സന്തോഷമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ മനുഷ്യർക്ക് ലഭിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. അന്ന് മനുഷ്യന്റെ ബലഹീനതകളെ അംഗീകരിച്ചു കൊണ്ടുപോയ ദൈവം വീഞ്ഞാണ് ഏറ്റവും നല്ലത്, വീഞ്ഞ് കുടിച്ച് സന്തോഷിക്കാൻ സന്തോഷമുണ്ടോ എന്നൊക്കെ പഴയ നിയമത്തിൽ തന്നെ ചോദിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് യേശു വന്നതും. മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് കുടിച്ച് സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. വീഞ്ഞില്ലാതെ സന്തോഷം ലഭിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. ആ പഴയ നിയമത്തിന്റെ മനുഷ്യന്റെ ബലഹീനതകളെ അംഗീകരിക്കുന്ന യേശു കല്യാണത്തിന് അവിടെ കാനായിലെ കല്യാണ വിരുത്തിൽ വീഞ്ഞ് തീർന്നുപോയി. പരിശുദ്ധ അമ്മ തന്നെയാണ് പറഞ്ഞത്. അവർക്ക് മനുഷ്യമായി അവർക്ക് സന്തോഷിക്കാനുള്ള ഒന്നും ഇവിടെ ഇല്ല. ആൾക്കാരൊക്കെ വരുമ്പോഴൊന്ന് ഈശോ ചോദിക്കുന്നുണ്ട്, എനിക്കും നിനക്ക് എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ഈശോ പറയാൻ പോകുന്നത്
തൻ്റെ ഈശോ ഇവിടെ സന്തോഷിക്കാനായിട്ടുള്ള വകയില്ല എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ ഈശോ പറയുന്നു അതിനുള്ള സമയം വരുന്നേ ഉള്ളൂ. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാനുള്ള സമയം വരുന്നേ ഉള്ളൂ. യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സന്തോഷം, നിത്യതയിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന സന്തോഷം, അത് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഇതാണ് ഈശോ ഉദ്ദേശിച്ചത്. എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ അവിടെയും മനുഷ്യൻ്റെ ബലഹീനതകളെയും കുറവുകളെയും അംഗീകരിക്കുന്ന ഈശോ അവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ അവരോട് വേലക്കാരെ പരിശുദ്ധ അമ്മ പറയാണ് അവൻ്റെ അടുത്തേക്ക്. നമ്മളത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലിൻ്റെ മേഖലയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ എപ്പോഴും യേശുവിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. നമ്മളിങ്ങനെ വളരെയധികം, ഇന്ന് പ്രത്യേകിച്ചും കർമ്മല മാതാവിൻ്റെ തിരുനാളല്ലേ, ലേഡി ഓഫ് മൗണ്ട് കാർമൽ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ചിന്ത പരിശുദ്ധാത്മ നമ്മളിലേക്ക് തരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും നൊവേന ചൊല്ലുകയും ജപമാല ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് ഒറ്റ കാര്യമേ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ, അവൻ പറയുന്നത് പോലെ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയും, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്, ഈശോ നമുക്ക് തന്നത് ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. കാരണം തിന്മ അത്രമാത്രമാണ് അല്ലേ. തിമോത്തിയോട് പൗലോസ് പറഞ്ഞതുപോലെ ആത്മനിയന്ത്രണം ഇല്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട്, ഏതാണ്ട് നമ്മൾ ഈശോയെ ശരിക്കും അറിയുന്നതിന് മുമ്പ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ട് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകണം. ഇന്നലേക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ അത് എല്ലാവരും ഒന്നെങ്കിൽ പള്ളിയിൽ പോയില്ലെങ്കിൽ അത് കടമുള്ള ദിവസം നമ്മൾ പള്ളിയിൽ പോയില്ലെങ്കിൽ അത് നമ്മൾ കുമ്പസാരിക്കേണ്ട കാര്യമാണ് അല്ലേ, കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമുക്ക് ഒരുപക്ഷെ നരകത്തിൽ പോകാൻ ഉള്ളൊരു വകുപ്പാണ്. അപ്പം അതുകൊണ്ട് മാത്രം നമ്മൾ പള്ളിയിൽ പോയിരുന്ന ഒരു കാഴ്ചപ്പാട് ഇന്നും അല്ലെങ്കിൽ അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം ഒരു ചടങ്ങായി തീരുന്നതാണ് അല്ലേ. ഇത് പറയുമ്പോൾ വളരെ ആത്മാർത്ഥത്തോട് പറയണം. അമേരിക്കയിൽ വന്ന് 5 വർഷം ഇവിടെ മലയാളം പള്ളികളൊന്നും ആയിട്ടില്ല. 85 വരുമ്പോൾ വരുമ്പോൾ അവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരുന്ന ഇംഗ്ലീഷ് പള്ളികളാണ് കുർബാനയ്ക്ക്. പക്ഷേ ആരും നമ്മളോട് വലിയ ബന്ധമൊന്നുമില്ല, എല്ലാം അമേരിക്കൻസൊക്കെയാണ്. അതുകൊണ്ട് പക്ഷെ നമുക്ക് ആരും നമ്മളെ കണ്ടില്ലെങ്കിൽ കുഴപ്പം, പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ ആയിരുന്നു. ഞാൻ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ ബൈബിളില്ലായിരുന്നു. 1985 വന്ന് 85-90 വരെ കുമ്പസാരിച്ചിട്ടില്ല ഞാൻ. സന്ധ്യാപ്രാർത്ഥന ഉണ്ടോ എന്ന് തോന്നുന്നില്ല. ഞായറാഴ്ച രാവിലെ ആയിരുന്നെങ്കിൽ ടി വിയിൽ അന്ന് റെസ്റ്റ്ലിംഗ് ഒക്കെ ഉള്ള സമയമാണ്, അത് കണ്ടുകൊണ്ട് സമയം ചിലവാക്കി. പിന്നെ പള്ളിയിൽ പോകാൻ ഇനിയിപ്പോൾ പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇതാണ് തിമോത്തിയോട് പറഞ്ഞത്. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിക്കൊണ്ടിരുന്ന നമ്മളെ കർത്താവ് ആത്മീയതയിലേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് പറയും. ബാഹ്യമായ വെറും ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പം പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനി എന്ന ഉള്ള രീതിയിലായിരുന്നു. റോമർ 8 പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. പള്ളിയിൽ അംഗമാണ്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചിന്തിച്ച പോലെ പെരുന്നാളുകളും ആഡംബരങ്ങളും ആഘോഷങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതെല്ലാം അതെല്ലാം എനിക്ക് വെറുപ്പാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ്, ത്രിത്വിക ദൈവം തന്നെ നമ്മുടെ ആത്മാവിൽ വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയത വെറുതെയാണ്, ഒരു പ്രയോജനമില്ലെന്നാണ് ഈശോ പഠിപ്പിച്ചത്. അവിടെയാണ് ഇന്നലെയൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ ഉത്സവങ്ങളും നിങ്ങളുടെ ധൂപങ്ങളും അമാവാസികളും നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ എനിക്ക് വെറുപ്പാണ്. നിങ്ങൾ അനുദപിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞതാണ് നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങൾ മാനസാന്തരം, ഈശോ ഭൂമിയിൽ വന്നപ്പോൾ ആദ്യമായി വിളിച്ചു പറഞ്ഞത് മർക്കോസ് 1:15 മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചു എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ മാനസാന്തരപ്പെടുന്നത് നമുക്കുള്ള ചിന്ത എന്നാ, പാപങ്ങൾ ഓർത്ത് അനുദപിക്കുക എന്നുള്ള
ഒരു ചിന്ത വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് സാത്താൻ എതിർക്കുന്നൊരു മേഖലയാണ്. പാപമായി എന്നിലോ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, കുമ്പസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പള്ളിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് വൈദികൻ്റെ അടുത്ത് പോയി പാപങ്ങൾ ഏറ്റുപറയേണ്ട ആവശ്യം, നേരിട്ട് പറഞ്ഞാൽ പോരെ. എന്തെല്ലാം കാര്യങ്ങളാണ് റെബല്യസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചല്ലേ കഴിഞ്ഞ ദിവസം. അഹന്തയുള്ളവരും നമ്മൾ തന്നെയായിരുന്നു. യേശുവിനെ അറിയാത്തൊരു കാലഘട്ടം നമ്മളിൽ ഉണ്ടായിരുന്നു. ചൈതന്യത്തെ ദൈവിക ചൈതന്യത്തെ നിഷേധിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാതെ വെറും ചടങ്ങ് പോലെ നമ്മൾ പറയുന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ തീരുന്ന ഒരു ജീവിതമാണ്. എപ്പോഴാണ് തീരുന്നതെന്ന് അറിയില്ല. ഇപ്പം നമ്മുടെ ഉള്ളിൽ ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അല്ലെ. ഇന്ന് ആഗോള സഭയിലെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നതാണ്. നമ്മൾ വെറും ബാഹ്യമായ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ആശ്രയം വെച്ച് ലോകത്തിൻ്റെതായ ചിന്തകളിൽ ശരണപ്പെട്ട് ഇന്ന് ഒന്നാമത്തെ വായന യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ഇങ്ങനെയാണ് പറയുക. നമുക്കറിയാം, ഈ ദാവീദ് രാജാവിന് ശേഷം സോളമൻ രാജാവ് 1000 സ്ത്രീകളെ പേരിന് മഹത്വം കാണിക്കാൻ വേണ്ടി കല്യാണം എന്നുള്ള പേര് പറഞ്ഞ് 1000-ഓളം വനിതകളെ, വിദേശ വനിതകളെ, അത് ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകൾ ഉൾപ്പെടെ, അതായിരുന്നു അല്ലേ നമുക്കിന്ന് വലിയ പ്രൗഢി. അതല്ലേ നല്ലൊരു കല്യാണം, ആഡംബരമാകുന്ന ഇന്ന കുടുംബത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്നാണ് എൻ്റെ മകനല്ല എൻ്റെ മകൾ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൗഢി പോലെ. ഏതാണ്ട് സോളമൻ്റെ അന്നത്തെ പ്രവൃത്തി അതുപോലെയായിരുന്നു. ബാഹ്യമായി ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ദേവാലയമൊക്കെ പണിതെങ്കിലും പിന്നീട് ഈ വിദേശ വനിതകളെ പ്രേമിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തോടുള്ള പ്രേമം പോയി. പിന്നെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി അവരുടെ വിഗ്രഹങ്ങളും അവരുടെ ആലയങ്ങൾ, അവരുടെ ദേവന്മാർക്കും ദേവിമാർക്കുള്ള ആലയങ്ങളൊക്കെ ഈ 1000 പേർക്കുള്ള അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തുമാത്രം അവരുടെ ആലയങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ പോയി അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു, ധൂപം അർപ്പിച്ചു. ദൈവകൃപയിൽ നിന്നും സോളമൻ അകന്നുപോയി. ദൈവം ഇത്രമാത്രം അറിവും ജ്ഞാനവും കൊടുത്ത ജ്ഞാനിയായ സോളമനെ സാത്താൻ കുരുക്കി എന്ന് പറയാം. നമ്മളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരവും പാമ്പിനെ പോലെ വിവേകമുള്ളവരുമായിരിക്കാൻ യേശു പറഞ്ഞ അവസാന കാലം, അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങൾ, നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ കാലഘട്ടങ്ങൾ, ഈ നൂറ്റാണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിശ്വാസത്തിൽ നിന്ന് നമ്മളെ ദൈവിക കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ, ദൈവിക കാര്യങ്ങൾ പറയാൻ പോലും ഇന്ന് രാഷ്ട്രീയപരമായിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളായിരിക്കും ദേശം അമേരിക്കയിലൊക്കെ ഇലക്ഷനൊക്കെ വരുന്ന സമയമാണ്. നമ്മളെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ദൈവം ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളുടെ മക്കളും ഒക്കെ ജീവിക്കേണ്ട അത് എവിടെയാണെങ്കിലും, അമേരിക്കയിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും നമ്മൾ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കൊച്ചുമക്കളുടെ കാലത്ത് ദൈവമേ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്തിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഭയുടെ പ്രവർത്തന ദൈവിക വിശ്വാസം നിലനിർത്തണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. ദാവീദിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേറൊന്നും പറഞ്ഞില്ല. രാജ്യം പോകരുതെന്നോ സമ്പത്ത് പോകരുതെന്നോ ഒന്നും പറഞ്ഞില്ല. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുത്ത് കളയരുതേ. അതിനുള്ള ഒരു ആത്മീയ ദാഹം നമ്മുടെ ഉള്ളിലാണ്. ഇന്ന് എന്താ സംഭവിച്ചു? ഇവിടെ യേശയ്യായുടെ 7-ാമത്തെ അധ്യായത്തിൽ എമ്മാനുവൽ പ്രവചനം എന്നാണ്. എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തെ നയിക്കുവാനായി ക്രിസ്തു വരാനുള്ള പ്രവചനമാണ് യേശയ്യായുടെ പുസ്തകം മുഴുവനും. അവിടെ ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായ ഭൂമിയിലേക്ക് വന്ന് എല്ലാ നിയന്ത്രണവും എല്ലാ ഭരണവും ഏറ്റെടുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു കാര്യം പ്രവചനമായി പറയുമ്പോൾ അവിടുത്തെ അന്നത്തെ കാലഘട്ടം ഇതായിരുന്നു. നമുക്കറിയാം, 12 ഗോത്രങ്ങളായിരുന്ന ഇസ്രായേൽ ഗോത്രങ്ങൾ അവിടെ ഒരു ഗോത്രം ഈ സോളമൻ്റെ മകൻ വന്നപ്പോൾ എല്ലാം ഛിന്ന ഭിന്നമായി പോയി. ആകെപ്പാടെ ഒരു ഗോത്രം കിട്ടി, സോളമൻ്റെ മകൻ. വംശാവലിയിലേക്ക് വരുന്ന യൂദാ ഗോത്രം മാത്രം, ബാക്കി 11 ഗോത്രവും അവിടെ ഇതാണ്. യൂദാ രാജാവും ഇസ്രായേൽ രണ്ടായിട്ട്, യൂദായും ഇസ്രായേലും എന്നുള്ള രീതിയിൽ പിരിഞ്ഞ് രണ്ടായിട്ട് ഇപ്പോൾ എന്താ ഇവിടെ. അപ്പോൾ യൂദാ രാജാവായ ആഹാസിന്റെ കാലത്താണിത്. അപ്പോൾ എന്താ സംഭവിച്ചത്? യൂദാ രാജാവ് ആഹാസിന്റെ കാലത്ത് ഇസ്രായേലിന്റെ ദൈവജനമായ ഇസ്രായേൽ അന്ന് സിറിയായോട് കൂട്ടിയേർന്നുകൊണ്ട് ഈ യൂദായ്ക്കെതിരെ ആക്രമിക്കാൻ വരികയാണ്. നമ്മൾ സ്നേഹിച്ച നമ്മുടെ ശത്രുക്കളോടുകൂടി കൂടിയിട്ട് നമ്മളെ ആക്രമിക്കാൻ വരികയാണ്.
ആ ഒരവസ്ഥ. യൂദായെ ആക്രമിക്കാൻ, ചുരുക്കി പറഞ്ഞാൽ യൂദായെ ആക്രമിക്കാൻ ഇസ്രായേല് സിറിയയുമായിട്ട് സഖ്യം ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് അവർ കിടുങ്ങി വിറച്ചു. ഒരു ഗോത്രമേ ഉള്ളൂ, യൂദാ ഗോത്രം. നമുക്കറിയാം എന്തുകൊണ്ടാണത്. കാരണം യൂദായുടെ സിംഹം എന്നറിയപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു വന്ന് പിറക്കാനായിട്ട് ദൈവം യൂദാ ഗോത്രത്തെ മാറ്റി നിർത്തി. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ യൂദായുടെ ഗോത്രത്തിൽ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അന്ന് യെശയ്യായിലൂടെ പറഞ്ഞ് നമുക്കറിയാം. അപ്പോൾ യെശയ്യാ പറയണ്ട, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അവരെന്തെല്ലാം പറഞ്ഞാലും അവർ നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. അവരൊന്നും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല എന്നാണ് ഒന്നാമത്തെ വായന. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞതാണ്, അതിനാൽ കർത്താവ് തന്നെ ഒരു അടയാളം നിനക്ക് തരും. യുവതി ഗർഭം ധരിച്ച്, പരിശുദ്ധ അമ്മ കർമ്മല മാതാവിന്റെ തിരുനാൾ ഓർക്കുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള യുവതി, അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രവചനമാണ്. യുവതി ഗർഭം ധരിച്ച്, അല്ലെങ്കിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കന്യക ഗർഭം, വിവാഹം കഴിയാതെ അല്ലേ ദൂതൻ വന്ന മറിയത്തോട് പറഞ്ഞത്. കന്യകയായ മറിയത്തോട് വിവാഹം കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നുവെന്ന്. ദൈവപുത്രൻ, മനുഷ്യൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിനാൽ കർത്താവ് തന്നെ, യെശയ്യാ 7:14, കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി അല്ലെ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യേശു കർത്താവ്. അതെ, അതൊരു പ്രവചനം. കാരണം നമ്മൾ ആശ്രയിക്കാൻ എന്നും നമുക്ക് എമ്മാനുവേലായ ക്രിസ്തു ലോകത്തിൽ വന്നു കഴിഞ്ഞു. ഇന്ന് ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ, എപ്പോഴാണെന്ന് അറിയില്ല, അത്രമാത്രം നിൽക്കുമ്പോൾ ഈ എമ്മാനുവേൽ, നമ്മുടെ ദൈവമിതാ നമ്മോടുകൂടെ. എങ്ങനെയാ? ആത്മാവായി, നമ്മുടെ ആത്മാവിലെ ചൈതന്യമായി ത്രിത്വൈക ദൈവത്തിന് രക്ഷാകര ദൗത്യം പൂർണ്ണമായത് ദൈവം നമ്മുടെ ആത്മാവിൽ വന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെയാണ് നിത്യതയിലേക്ക് കൊണ്ടുപോകേണ്ടത്. മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരമൊക്കെ മണ്ണാകുമായിരുന്നു. അപ്പോൾ ദൈവം അതിനുവേണ്ടി, ഞാൻ പലപ്പോഴും പറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ഈ 3 ആളെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയുടെ വെളിപ്പെടുത്തലെന്ന് ഞാൻ പറയും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെ, ദൈവം മൂന്ന് വ്യക്തിത്വമാണ്, അല്ലെ മൂന്ന് നമുക്ക് വേണേൽ 3 രീതിയിൽ ഒന്നാണ്, പക്ഷെ 3ആയിട്ട് വെളിപ്പെടുന്നുണ്ട് പലപ്പോഴായിട്ട്. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം, അല്ലെ പിതാവായ ദൈവം എന്നാണ് നമ്മൾ ഈ പ്രവചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് നമ്മൾ പുത്രനെ കുറിച്ചുള്ള പ്രവചനം. പുത്രനായ, ഇപ്പം എമ്മാനുവേൽ പ്രവചനം, പുത്രനായി ദൈവം വരികയാണ്. പുത്രൻ വന്നു കഴിയുമ്പോൾ പുത്രൻ യേശു മനുഷ്യനായി വന്നുകൊണ്ട് ദൈവം മനുഷ്യനായി വന്ന പുത്രൻ, അവൻ പറയുന്നത്, ഞാൻ പിതാവ് തന്നെയാണ്, എന്നെ കാണുന്ന ഫിലിപ്പോസേ, നീ എന്തിനാണ് എന്നെ, പിതാവിനെ ഇത്ര നാള് നിന്റെ കൂടെ ഉണ്ടായിട്ട് എന്തിനാണ് നീ വീണ്ടും പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുന്നത്? അത് ഞങ്ങൾക്ക് മതി, അത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ, ഫിലിപ്പോസേ, ഞാനും പിതാവ് ഒന്നാണ്, ഇത്ര നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ തിരിച്ചറിയുന്നില്ലേ? പിതാവിനെ നീ തിരിച്ചറിയുന്നില്ലേ? പിതാവിന്റെ സ്നേഹം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാതെ, പഴയ നിയമത്തില് കൽപ്പനകളും ശിക്ഷയും മാത്രമായിരുന്ന പഴയ നിയമം, അല്ലെ 10 കൽപ്പനകളെ 613 കൽപ്പനകളാക്കി വലിച്ചു നീട്ടി അവരെ നിയന്ത്രിക്കാൻ മോശ വളരെ ബുദ്ധിമുട്ടി. അവിടെയാണ് എല്ലാം ശിക്ഷ നടപ്പാക്കേണ്ടത്. നിയമം പാലിക്കാതെ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടാണ് കല്ലെറിഞ്ഞു കൊല്ലുക എന്നൊക്കെയാണ്. കണ്ണിന് പകരം കണ്ണ്. അങ്ങനെ നടന്നിരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം സാത്താൻ മനുഷ്യഹൃദയങ്ങളെ കഠിനമായി കൊണ്ടുപോയത് കൊണ്ട് ദൈവം തന്റെ സ്നേഹം തന്റെ പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ, കാൽവരി കുരിശിലേക്ക്, നമ്മുടെ കയ്യിലുള്ള കൊന്തയിലെങ്കിലുള്ള ജപമാലയിലുള്ള ആ ക്രൂശ് രൂപത്തിലേക്ക് നോക്കിയാൽ അതാണ് സ്നേഹം, അതാണ് പിതാവ്. പുത്രന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യനായി നമ്മുടെ പാപങ്ങൾ നമ്മുടെ ശരീരത്തിലാണ് എല്ലാ പാപവും ചെയ്തത്. അപ്പം നമ്മുടെ ആത്മാവില് ദൈവത്തിന് വസിക്കാൻ പറ്റാത്ത രീതിയിൽ സാത്താൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തി. അല്ലെ, നമ്മുടെ മനസ്സിന്റെ നമ്മളുടെ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഇന്ന്
നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി നമ്മുടെ ആത്മാവിലേക്ക് ആത്മാവായ ദൈവത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിന് അടിയറ വയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥമായ ആരാധന. അല്ലേ? അത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആരാധന എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇപ്പോൾ 1 മണിക്കൂർ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പല ആരാധനകളൊക്കെ പല രീതിയിൽ പങ്കെടുക്കാം, പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കാം, ഹല്ലേലൂയ പറയുമ്പോൾ നമുക്ക് സ്തുതിക്കാം. പക്ഷെ യഥാർത്ഥ റോമർ 12 എപ്പോഴും ചിന്തിക്കുന്നവരാണ് എന്താ ആരാധന എന്നാണ്. അല്ലേ? കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചാണ്. അല്ലെ? വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ആരാധന എന്താണെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കുന്നതാണ് ആരാധന. അല്ലെങ്കിൽ എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ മനുഷ്യാത്മാവ്, എൻ്റെ മനുഷ്യനായ എൻ്റെ ഉള്ളിൽ ഞാൻ അമ്മയുടെ ഉരുവാകുമ്പോൾ എനിക്ക് ജീവൻ തരാൻ എൻ്റെ ഉള്ളിലേക്ക് ദൈവം നിക്ഷേപിച്ച ചൈതന്യമാണ് എൻ്റെ ആത്മാവ്. ആ എൻ്റെ ആത്മാവിനോടുകൂടെ ദൈവം പിതാവും പുത്രനും വന്ന് പരിശുദ്ധാത്മാവും എൻ്റെ ആത്മാവിനോട് ചേർന്ന് വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടെ, നമ്മുടെ ദൈവം ഇതാ നമ്മോടുകൂടെ എന്നുള്ള വചനം നമ്മളിൽ പൂർത്തിയാകുന്നത്. കാരണം മനുഷ്യൻ്റെ ആത്മാവിനെ പാപത്തിലേക്ക് നയിച്ചുവിടുന്ന സാത്താനായിരുന്നു അതുവരെയും മനുഷ്യൻ്റെ ആത്മാവിനെ ബന്ധിച്ച് ആ ആത്മാവിനെ നയിച്ചുകൊണ്ടിരുന്നത്. റോമർ 7 ചിന്തിച്ചാണ്, പാപം ചെയ്യാതെ നന്മ ചെയ്യാൻ എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു, പക്ഷെ എൻ്റെ ശരീരവും മനസ്സും കൂടെ എന്നെ നിരന്തരം പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, എൻ്റെ ഈ അടിമത്തത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കുന്നൊക്കെ. അവിടെയാണ് കർത്താവായ ഈശോ മിശിഹായെ കുറിച്ചൊക്കെ റോമർ 7:19 പൗലോസിലെ പറയുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവിൽ വന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് കുറച്ച് നാൾ മുമ്പ് കിട്ടിയല്ലേ, 1 വർഷം 2 വർഷം മുമ്പാന്ന് ലീലിന് കിട്ടിയൊരു വെളിപ്പെടുന്നു. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരു ജനത്തെ കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദുഷ്ടത കുടിയേറാതെ, നമ്മുടെ ആത്മാവിൽ പാപം, അല്ലെ അശുദ്ധി, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ആത്മനിയന്ത്രണമൊക്കെ ഉണ്ടായിരിക്കണം. കാണുന്നതെല്ലാം വലിച്ചു കയറ്റിയിട്ട് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധ ആത്മയിൽ നിന്ന് നഷ്ടപ്പെട്ട് നമ്മുടെ ഉള്ളിൽ അല്ലെ ദുരാത്മാക്കൾ കുടിയേറി ഒന്ന് പോയി 7 കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ഇന്ന് ഈശോ നമ്മുടെ ഓർപ്പിക്കുന്ന മത്തായി 11, അടുത്ത മത്തായി 12 വരുമ്പോൾ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ആ ഒരു മേഖലയൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, രക്ഷാകര ദൗത്യം പൂർണ്ണമാകും നമ്മുടെ ആത്മാവിൽ നമുക്ക് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാം, പള്ളിയിൽ പോകാം, പാട്ട് പാടാം, അതരം കൊണ്ട് പാടാം. അതാണ് യേശയ്യ പറഞ്ഞു, ഈ ജനമോ എന്നെ അതരം കൊണ്ട് ആരാധിക്കുന്നു, അവരുടെ ഹൃദയമോ അല്ലെ അവരുടെ ആത്മാവോ എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മുടെ ആത്മാവിനെ നയിക്കാൻ ആത്മീയമായ റോമർ 8 പറഞ്ഞില്ലേ, ആത്മാവിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ജഡികരില്ല, ദൈവം ആത്മാവായി നിങ്ങളുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നിങ്ങളെ നിത്യതയിലേക്ക്, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് അല്ലേ മരണയോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. കാരണം എന്താ? കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു വ്യാഴാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ, നമ്മളൊരു വാഗ്ദാന പേടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ. പരിശുദ്ധ കന്യാമറിയത്തെ വാഗ്ദാന പേടകം, ഈ വാഗ്ദാന പേടകം അതിൽ എബ്രായർ 9 വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ 3 കാര്യങ്ങളായിരുന്നു. വീണ്ടും ഓർപ്പിക്കുകയാണത്. അതായത് അതിൽ പഴയ നിയമത്തിൽ അന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയ മന്ന ഒരു സ്വർണ്ണ കലശത്തിൽ ആ വാഗ്ദാന പേടകത്തിനുള്ളിൽ ശേഖരിച്ചു വരുന്നു. നമ്മുടെ പള്ളിയിലെ സക്രാരിയിൽ സ്വർണ്ണ നിറമുള്ള കാസ പോലെ അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാന വെച്ചിരിക്കുന്നത് പോലെ തന്നെ അവിടെ നിന്നും അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന 1-ാമത്തെ കാര്യമാണ് മന്ന. ഇന്ന് വിശുദ്ധ കുർബാന മാലാഖമാരുടെ അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞ് ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോൾ, പിന്നെ 2-ാമത്തേതാണ് നിങ്ങൾ അഹരോന്റെ തളിർത്ത വടി, ഈ ദൈവമാണ് തിരഞ്ഞെടുത്തതെന്ന് ഈശോ പറഞ്ഞു. നിങ്ങളല്ല എന്നെ, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത്. യോഹന്നാൻ 15:16 പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ 1 പത്രോസ് 2:9 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും ദൈവത്തിന്റെ വിശുദ്ധ ജനവും അവിടുത്തെ സ്വന്തം ജനവുമാണെന്ന് പറഞ്ഞ് നമ്മളെ ആത്മാവിനെ തന്നെ തന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ദൈവമക്കളാണ് എന്നുള്ള ആ മുദ്ര, പരിശുദ്ധാത്മാവിനെ രക്ഷയുടെ ദിനങ്ങളെ മുദ്രിതാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഹരോന് തളിർത്ത വടി പോലെ. 3-ാമത്തേതാണ്
10 കൽപ്പനകൾ രണ്ടാമത് ആദ്യത്തേത് എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞ് രണ്ടാമത് കൊടുത്ത ആ 10 കൽപ്പനകളുടെ കൽപ്പലകളെ വാഗ്ദാനപ്പെട്, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പൗലോസും വചനമൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കൽപ്പലകളിലല്ല, നമ്മുടെ ഹൃദയത്തിൽ മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. ജെറമ്യാ 33 പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, എൻ്റെ നിയമം അവിടെ. അപ്പം നമ്മൾ ഇന്നൊരു ഒരു വിശ്വാസി ഒരു വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് പോയപ്പോഴാണ് ജോർദാൻ നദി 2 വശത്തേക്ക് മാറിയിട്ട് അതിലൂടെ നടന്നു പോകാൻ പറ്റി. ഞാനും എൻ്റെ യോർദാൻ കടക്കാൻ ഒരു വാഗ്ദാന പേടകമായി മാറുമ്പോൾ എൻ്റെ മരണം വളരെ എളുപ്പമാണ്. കാനാൻ ദേശം നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ വീണ്ടും പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ ഉണ്ടായി. ഇതാണ് ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നഷ്ടപ്പെടാതെ. ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? ഒരു പ്രയോജനമല്ല. ഈ മണ്ണിൽ അടിഞ്ഞു തരുവുള്ളൂ. നമ്മൾ നിത്യതയിലേക്ക് എത്തേണ്ടതായ നമ്മുടെ ആത്മാവിനെ കൊണ്ടെത്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ. അവർക്ക് രക്ഷാകര പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും രൂപാന്തരപ്പെടുത്തിയായിരുന്നു. വചനം പ്രസംഗിച്ചും ആ ദൈവപിതാവിനെ കുറിച്ചുള്ള അതിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളിലൂടെ താൻ ദൈവപുത്രനാണ്, അല്ലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് യേശു നമുക്ക് വെളിപ്പെടുത്തി. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ പറയുന്നത് മുഴുവനും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസപ്രദം നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല, ഞാൻ പോയാൽ നിങ്ങളുടെ അടുത്തേക്ക് അവനെ അയക്കും. എന്താ? അവൻ വന്ന് നമ്മുടെ ഉള്ളിൽ ഓർക്കുക, യേശുവിന് അവരുടെ ഉള്ളിലാകാൻ പറ്റിയില്ല, അവരുടെ കൂടെ നടക്കാൻ പറ്റി. കാരണം അവരുടെ ഉള്ളിൽ അവരെ അപ്പോൾ നിയന്ത്രിച്ചിരുന്നത് ആ സ്വാർത്ഥതയല്ല, പണമോഹവും ധനമോഹവും, ഞാൻ ആരാണ് ഞങ്ങളിൽ വലിയവൻ എന്നുള്ള ചിന്തയൊക്കെയാണ് അവരെ അപ്പോഴും നയിച്ചിരുന്നത്. അവരുടെ ഉള്ളിലെ ക്രിസ്തു വരുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. തീജ്വാലകളായ അപ്പോസ്തലർ 2 യേശു നമ്മുടെ മനുഷ്യവർഗത്തിന്റെ ശരീരത്തെ ആത്മാവിന് വന്ന് വസിക്കാൻ പറ്റിയവണ്ണം ഒരു ദൈവ ആലയമാക്കി യേശു കാൽവരിയിൽ തൻ്റെ ശരീരത്തിന്റെ അർപ്പണത്തിലൂടെ നമ്മുടെ ശരീരത്തെ ജെറുസലേം ദേവാലയത്തിൽ കയറി ചാട്ടവാറുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സകല നാണയമാറ്റക്കാർ, ആടുമാട് വിൽപ്പനക്കാരെ അടിച്ചു പുറത്താക്കിയതുപോലെ യേശു കാൽവരി കുരിശിൽ സാത്താനെ മനുഷ്യനിൽ നിന്നും പുറത്താക്കി അവനോട് പോരാടി സാത്താന്റെ മേൽ ആധിപത്യം നേടി. പൗലോസ് യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ, ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്, കാരണം അതിലെല്ലാം തിന്മയുടെ സ്വാധീനമുണ്ട്. 1 യോഹന്നാൻ 3:8 പറയുന്നുള്ളൂ, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ വന്നത്. കുരിശിൽ യോഹന്നാൻ 19 ഈശോ പറഞ്ഞു, പിതാവേ എല്ലാം പൂർത്തിയായിരിക്കും എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ആ ആത്മാവിനെയാണ് പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിലേക്ക് യേശു നാമത്തിൽ കാത്തിരുന്ന വിശ്വസിച്ചിരുന്ന പരിശുദ്ധി അമ്മയുടെ 120 മേൽ ആ യേശുവിൻ്റെ ആത്മാവ് വന്ന തീജ്വാലകൾ പോലെ വന്ന് അവരുടെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ അവരുടെ ആദ്യമായ മനുഷ്യന്റെ ആ നാളുകളിൽ സകല ജഡത്തിൻ്റെ മേലും, അതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ജോവേൽ പ്രവാചകൻ പറഞ്ഞ അന്നൊക്കെ പണ്ടൊക്കെ യേശയ്യായുടെ ഉള്ളിലുണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ എലീഷ അല്ലെങ്കിൽ ഏലിയാം, ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. എന്നാൽ സകല ജഡത്തിനും സഭ ഒരുമിച്ച് നിൽക്കുമ്പോൾ, പള്ളിയിൽ വിശുദ്ധ കുർബാന നിൽക്കുമ്പോൾ, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അത് പുരോഹിതന് പറയാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നതിൻ്റെ യോഗ്യതയാണ്. നമ്മുടെ ആത്മാവിൽ വന്ന മാമോദീസായുടെ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന ആ ദൈവാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് നാം വരുവാനായിട്ട് സഭ മുഴുവനിലേക്കും ജോവൽ ആ നാളുകളിൽ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കുന്ന ദാസന്മാരുടെയും ദാസന്മാരും എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്നൊക്കെ പറഞ്ഞ ആ പ്രവചനം യേശു ക്രിസ്തുവിന് ശേഷം ഇന്ന് പരിശുദ്ധാത്മാവാണ് തിരുസഭയെ നയിക്കുന്നത് എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നിച്ചാണ്. പക്ഷെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തന നിരതമായിരിക്കുന്നത്. പഴയ നിയമത്തിൽ പിതാവിനെ കുറിച്ചാണ് കേട്ടിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിനെ കുറിച്ചാണ് കേട്ടിരുന്നതെങ്കിൽ ആ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും പിന്നീട് ലേഖനങ്ങളിലൊക്കെ എല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവാണ് പിതാവിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ബോധ്യം നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് റോമർ 8:9 യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പം നമുക്കുണ്ടായിരിക്കേണ്ട ബോധ്യം ഇതാണ് അല്ലേ. ഈ ഇസ്രായേൽ അന്ന് ഇസ്രായേൽ സിറിയയോട് സഖ്യം ചെയ്തതിനാ സഹോദരനെ ആക്രമിക്കാൻ, ജൂദായെ ആക്രമിക്കാൻ. അത്രമാത്രം വിവേകം നഷ്ടപ്പെട്ടു പോയ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവം ആത്മാവായി യോഹന്നാൻ
14 പറഞ്ഞില്ലേ, എൻ്റെ വചനം പാലിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ പിതാവും പുത്രനും അവനിൽ വന്ന് വാസമുറപ്പിക്കും. ഒരു വ്യക്തിയിൽ വന്ന്, ഒരു വ്യക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ അദൃശ്യമായി നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിച്ചുകൊണ്ട് നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്ന, നമ്മൾ മരിക്കുമ്പോൾ, യോർദാൻ കടക്കുമ്പോൾ, നമ്മളൊരു വാഗ്ദാന പേടകമായി ദൈവ ആത്മാവ് നമ്മുടെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രക്രിയ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വസിക്കണം. ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിലൊന്നുമായിട്ട് സഖ്യം ചെയ്യാതെ, പാപത്തേക്കാൾ മരണം എന്നൊക്കെ പറഞ്ഞ അല്ലെ, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവവചനത്തിന് ദാസിയായി മാറിയ പരിശുദ്ധ അമ്മയും, ലേഡി ഓഫ് മൗണ്ട് കാർമൽ, കർമ്മല മാതാവേ, പരിശുദ്ധ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.